ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് അതിപ്പോൾ ഒരു വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റായി മാറിയിട്ടുണ്ട്. മാഷത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അനവസരത്തിലായി പോയോ എന്ന് കരുതുന്നുണ്ടോ? രാഷ്ട്രീയമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് സഹകരിച്ചു അത് വിവാദമാകില്ലെന്ന് മാഷിനോട് ചോദിക്കുമ്പോൾ വിവാദമായിക്കോട്ടെ പക്ഷെ സഹകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലൊക്കെ യാഥാർത്ഥ്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ സംശയങ്ങൾ തീരേണ്ടതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയം എവിടെയും തുറന്നു പറയാറുണ്ട്. അതങ്ങനെ മറച്ചു വെക്കാറില്ല. എത്ര വലിയ ശത്രുവായാലും ആ ശത്രുവിൻ്റെ മുന്നിലും തലകുനിക്കാതെ രാഷ്ട്രീയം പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് സി പി ഐ എം. മാത്രമല്ല സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ശത്രുവിൻ്റെ മുന്നിലും നടത്തുന്നതിനും ഞങ്ങൾ അറച്ചു നിൽക്കാറില്ല. ഇവിടെ ശത്രുവിൻ്റെ ആക്രമണങ്ങൾ പലതും ഞങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും എല്ലാ കാലത്തും സി പി ഐ എം തയ്യാറായിട്ടുമുണ്ട്. ഇവിടെ കാണേണ്ട വസ്തുത, ഞങ്ങളിൽ ആരെങ്കിലും RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ RSS ആരാധിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ച കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അത് നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിലുണ്ടല്ലോ. അത്തരം ചില ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. അങ്ങനെയൊന്നുമുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോ പാർട്ടിക്കാരോ അല്ല സി പി ഐ എമ്മും സി പി എംകാരും. ഇവിടെ തലയുയർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനെയും ബി ജെ പിയെയും ലീഗിനെയും ചെറുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അത് ഞങ്ങളൊരു കാലത്തും ഒരു ഭാഗത്ത് ഒരു വർഗീയ ശക്തിയും മറ്റൊരു ഭാഗത്ത് മറ്റൊരു വർഗീയ ശക്തിയെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. ഒരു വർഗീയതയെയും ഒന്നിച്ച് നിർത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ LDF ഈ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാടുകളെ നല്ല രീതിയിൽ നേരിട്ട് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക.